വരുൺ ചന്ദ്രന്റെ കോർപ്പറേറ്റ് 360 എന്ന സ്റ്റാർട്ടപ്പിന്റെ വിജയരഹസ്യം പങ്കുവെക്കുന്നതിനിടെയാണ് ചുമട്ടുതൊഴിലാളിയായ പിതാവ് ബാലചന്ദ്രനും മുത്തശ്ശിയും കടബാധിത മൂലം നാടുവിട്ട അമ്മയും കുറിച്ചുമൊക്കെ വരുൺ മനസ്സ് തുറന്നത്. വളർന്നു വന്ന സാഹചര്യത്തിൽ ഞാൻ വലിയൊരു ഓൺട്രപ്രണർ ഫാമിലിയിൽ നിന്നാണ് വന്നിരുന്നത്. എന്റെ വല്യമ്മ, അച്ഛൻ്റെ അമ്മ വലിയൊരു ഓൺട്രപ്രണർ ആയിരുന്നു നാട്ടില്. അവർക്ക് വാറ്റിയാരം വെക്കുന്ന പണിയായിരുന്നു പൊന്നമ്മയ്ക്ക്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഓൺട്രപ്രണർ ആയതിന്റെ കാരണം എന്ന് പറയുന്നത് അത് ജനറ്റിക്കലാണ്. പുള്ളിക്കാരി ഒരു വലിയ ഓൺട്രപ്രണർ ആയിരുന്നു. ഷാപ്പ് പൊന്നമ്മ വൻ ചാര കച്ചവടമായിരുന്നു. പിന്നീട് അവരുടെ മകൻ ബാലേന്ദ്രൻ, എന്റെ അച്ഛൻ, പുള്ളിക്കാരൻ അത് ഏറ്റെടുത്ത്. ചുമട്ടുതൊഴിലാളിയുടെ മകനായതുകൊണ്ട് ചുമട്ടുതൊഴിലാളിയാകാൻ കൊതിച്ച താനിന്ന് തൊഴിൽദാതാവായതിന് പിന്നിൽ പാടം എന്ന ഗ്രാമമാണെന്നും വരുൺ സാക്ഷ്യപ്പെടുത്തുന്നു. പാടം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം ഫുൾ അഡോപ്റ്റ് ചെയ്തിട്ട് അവിടെ ഒരു ആംബുലൻസ്, അവിടെ ഹോസ്പിറ്റലില്ല. ഞാൻ അവിടെയാണ് ജനിച്ചു വളർന്നത്. എന്റെ അപ്പൻ അവിടെ ആയിരുന്നു കൂപ്പുപണി. അവിടെ ഹോസ്പിറ്റലില്ല. 15 കിലോമീറ്റർ ദൂരെയാണ് ഹോസ്പിറ്റൽ. അപ്പൊ എനിക്ക് ഒരു ഹോസ്പിറ്റൽ തുടങ്ങാനുള്ള കാശൊന്നും എന്റെ ഇല്ല. അത് കാരണം ഞാനൊരു ആംബുലൻസ് തുടങ്ങി ഫ്രീ ആയിട്ട്. സ്കൂൾ കുട്ടികൾക്ക് ബസ്സില്ല, ഒരു ബസ് വാങ്ങി. ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ട്, അവർക്ക് 100 കുടുംബങ്ങൾക്ക് ഞങ്ങളൊരു ഭക്ഷ്യ സബ്സിഡി ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കാണ്. ഇപ്പോ ഒരു 60 കുട്ടികൾക്ക് ഞങ്ങൾ വീക്കെൻഡിൽ പഠിപ്പിക്കണം. 50 ലക്ഷം രൂപ ഞങ്ങളുടെ പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെച്ചിട്ട് ഞങ്ങൾ അവരെ പഠിപ്പിക്കുകയാണ്. വരുൺ എന്ന മനുഷ്യസ്നേഹിയിൽ നിന്നുള്ള വാക്കുകൾ കേട്ട മെഗാസ്റ്റാർ മമ്മൂട്ടി വേദിയിലേക്ക് വരുണിന്റെ പിതാവ് ബാലചന്ദ്രനെ ക്ഷണിച്ച് ചേർത്ത് നിർത്തി സദസ്സിന് വേണ്ടി ആദരം അറിയിച്ചു. വരുണിന്റെ അച്ഛൻ ഇപ്പോഴും കൂപ്പിൽ ജോലി ചെയ്യുന്നുണ്ട്. ബാലേന്ദ്രൻ ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഇതുപോലെ ഈ ബാലേന്ദ്രൻ എന്നെക്കാളും കൂടുതൽ മസിലുണ്ട് ഇപ്പോഴും. വരുണും ഭാര്യ ഡെമീറ്റ ഡിക്രൂസും കൈരളി ഇന്നൊട്ടക് അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ ആ വികാരനിർഭരമായ രംഗങ്ങൾക്ക് സാക്ഷികളാകാൻ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും നാട്ടുകാരും ഉണ്ടായിരുന്നു. ഈ ഷാപ്പ് പൊന്നമ്മയുടെ ഒരു വള ഊരി തന്നിട്ട് എന്നെ നാട്ടിൽ നിന്ന് പറഞ്ഞുവിടാണ്ടായ. എനിക്കൊരു 3000 രൂപ എടുത്തെന്ന് പറഞ്ഞാൽ നീ എവിടെയെങ്കിലും പൊക്കോളം പറഞ്ഞു, പോയി ജോലി കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ബാംഗ്ലൂരിലെത്തി. ഇംഗ്ലീഷൊന്നും വർത്താനം പറയാൻ അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ കുറെ കഷ്ടപ്പെട്ട് അങ്ങനെ കുറെ വിഷമിച്ചിട്ടൊക്കെ ഒരു ജോലി കിട്ടി. ഹൈദരാബാദിലെത്തി. അതുവഴി ഒരു കമ്പനിയിൽ ജോലി കിട്ടി. അമേരിക്കയിലെത്തി. പിന്നെ ഈ പുള്ളിക്കാരെ കണ്ടെത്തി. ഒരു പ്രോജക്റ്റ് കഴിഞ്ഞ് ഫ്ലോറിഡയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് ഫ്ലൈറ്റിലിരിക്കുമ്പോൾ അടുത്തിരുന്നാണ് പ്ലെയിനിൽ. ചോദിച്ചപ്പോ നമ്മുടെ ചാലക്കുടിക്കാരിയാ. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.